ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് മീൻകറിയോ അങ്ങനെ ചിക്കനോ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഇന്ന് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി ചോറ് കഴിക്കാവുന്ന കണ്ട് ഞാനിവിടെ കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട്. ഇത് 2 ടൈപ്പിലുള്ള കൊഞ്ച് എൻ്റെ കയ്യിലുണ്ട്, ചെറിയതും വലിയ സൈസിൽ. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ചെറിയ സൈസിലാണ്. അതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വൃത്തിയാക്കൊന്നും വേണ്ട, കഴുകിയെടുത്ത് നമുക്കങ്ങ് വറുത്തെടുത്താൽ മതി. ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമുക്ക് മുളകും സവാള ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് സവാള ഉള്ളി എടുത്തു. ഇതൊന്ന് നല്ലവണ്ണം വറുത്തെടുക്കണം. അതിനുശേഷം നമുക്ക് കൊഞ്ച് വറുക്കണം. ഈ സവാള ഉള്ളി പച്ചയ്ക്ക് ചേർത്താൽ അത്രയും ടേസ്റ്റ് വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഒന്ന് വറുത്തെടുക്കുന്നത്. അതുപോലെ തന്നെ വറ്റൽമുളക് നല്ലതുകൊണ്ട് ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടി, മുളക് പൊടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇട്ട് കൊഞ്ചുകൂടി വറുക്കണം. ഇങ്ങനെ ഇതൊന്ന് വറുത്തെടുത്തിട്ട് ഇതിന് കൂടെ മാങ്ങ ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. മാങ്ങ ഈ സമയത്ത് മാങ്ങ കിട്ടത്തില്ല, അതുകൊണ്ട് മാങ്ങയൊക്കെ ആയി വരുന്നേ ഉള്ളതുകൊണ്ട് മാങ്ങ ഇല്ലാതാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. തന്നെ ഡയറക്റ്റ് മിക്സിയിലേക്ക് തന്നെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊഞ്ചുകൂടി വറുത്തെടുക്കാം. കഴുകി വെച്ച കൊഞ്ചാണ്. ഇതിന് വൃത്തിയാക്കേണ്ടതായിട്ടൊന്നുമില്ല. കണ്ണ്, വാല്, തല അങ്ങനെയൊന്നും കാണാനേ ഇല്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് അതൊന്ന് വറുത്തെടുക്കണം. ഇത് അധികം ഉപ്പില്ലാത്ത കൊഞ്ചാണ്, അതുകൊണ്ട് ഉപ്പ് നമുക്ക് ചമ്മന്തിക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്താൽ മതി, വേറെ വേറെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചേരുവകളൂടെ വേണം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുത്തു, മാങ്ങ ഇല്ലാഞ്ഞതുകൊണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച കൊഞ്ച് കൂടി ചേർക്കണം. പിന്നെ തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാനിത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളും കുക്കിംഗ് വീഡിയോ ഇതൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതറിയിക്കുക. അപ്പം ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.